കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നതാണ്, വേറെ അവസരത്തിൽ ചെയ്യുന്നതാണ്. ദളിത് സാഹിത്യത്തെ പറ്റി പറയുമ്പോൾ നമുക്കിവിടെ ദളിത് സാഹിത്യത്തിൽ സർഗാത്മക രചനകൾ എന്ന് പറയുന്ന കവിത, കഥ, നോവൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ദുർബലമായ ഒരവസ്ഥ ദളിത് സാഹിത്യം വെക്കുന്നുണ്ട്. അതിൽ തന്നെ വളരെ വികസിതമായ രണ്ട് ശാഖകൾ. ഒന്ന്, ഒരു വിമർശന ശാഖ വളരെ ശക്തമായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നിൽക്കുന്ന കവിതകളാണ്. അപ്പോൾ ഈ ഒരു വിമർശന ശാഖ അത് ചെയ്യുന്ന ദൗത്യം എന്ന് വെച്ചാൽ, ഇപ്പം പൊതുവെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വൈജ്ഞാനിക സാഹിത്യത്തോട് വലിയ അടുപ്പം കാണിക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടേത്. ഇപ്പം നോവൽ, കഥ, കവിത ഇതൊക്കെ കവിതയൊക്കെ വ്യാപകമായിട്ട് വായിക്കപ്പെടുമ്പോൾ പലപ്പോഴും വായിക്കപ്പെടാത്ത വൈജ്ഞാനിക സാഹിത്യമാണ്. വൈജ്ഞാനിക സാഹിത്യത്തിൻ്റെ തലം എന്താണ്, അതെങ്ങനെയാണത് വൈജ്ഞാനിക സാഹിത്യം ഭാഷയിൽ അല്ലെങ്കിൽ നമ്മുടെ അവബോധത്തെ, സംസ്കാരത്തെ മാറ്റിത്തീർക്കുന്നു എന്നുള്ളതിനെ പറ്റി വലിയ ഗ്രാഹ്യം ദളിതർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനില്ല. ഇപ്പം എൻ്റെ ഒരു അനുഭവം, ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം, സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കെ സേതുരാമൻ IAS ആണ്. അദ്ദേഹം മലപ്പുറം SP ആണ്. അദ്ദേഹത്തെ ഒരു ദിവസം കാണാൻ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹം എനിക്കൊരു പുസ്തകം തന്നു. മലയാളത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഒരു പുസ്തകം തന്നു. അദ്ദേഹം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ആ പുസ്തകം വളരെ ശ്രദ്ധാപൂർവം വായിച്ചു കഴിഞ്ഞപ്പോൾ ആ മലയാളത്തിൻ്റെ ഭാവി എന്നുള്ള ഈ പുസ്തകം വായിച്ചത് വളരെ സങ്കീർണമായൊരു പുസ്തകമാണ്. വളരെ ശ്രദ്ധാപൂർവം വായിക്കേണ്ട ഒരു പുസ്തകമാണ്. വായിച്ചു കഴിഞ്ഞ് ഞാനത് ആദ്യം രണ്ട് സന്ദർഭങ്ങളിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, എമർജിംഗ് കേരള എന്ന് പറയുന്ന വലിയൊരു പ്രക്രിയ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എമർജിംഗ് കേരളയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലേക്ക് ഒരു പുതിയ മൂലധന നിക്ഷേപത്തോടു കൂടി ഒരു വ്യാവസായിക സമ്പദ്ഘടനയെ കെട്ടിപ്പടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് എമർജിംഗ് കേരള. അതിൻ്റെ സംഘാടകർ എന്ന് പറഞ്ഞാലും നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ ഇന്ന് ഒരു വ്യാവസായിക സമൂഹത്തെ കെട്ടിപ്പടുത്തും, അതായത് തൊഴിലധിഷ്ഠ സമൂഹത്തിൽ നിന്ന് ഒരു സ്വത്തധിഷ്ഠ സമൂഹത്തിലേക്കുള്ള പരിവർത്തനം നടത്താൻ കഴിയുന്നതിൽ ഒരു വ്യാപാര സമ്പദ്ഘടന, വ്യാവസായിക സമ്പദ്ഘടന അനിവാര്യമായിരിക്കുന്നു. ഇതിനു വേണ്ടി സ്വദേശിയും വിദേശിയുമായ മൂലധനം കേരളത്തിൽ നിക്ഷേപിക്കപ്പെടേണ്ട ആവശ്യകത സംഘാടകർ എന്ത് പറഞ്ഞാലും സംഘാടകരുടെ ലക്ഷ്യത്തിനപ്പുറത്ത് ഒരു സാമൂഹ്യ ആവശ്യമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് വിശ്വ മലയാള സമ്മേളനമാണ്. മലയാളം ഒരു ഭാഷ, മലയാളം എന്ന് പറയുന്ന ഭാഷയെ നമുക്കുള്ള ശ്രേഷ്ഠ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മൾ അഭിമാനമായിട്ട് മാറ്റണം എന്നൊക്കെയുള്ള ചില സങ്കല്പത്തിലൂടെയാണ് മലയാള ഭാഷ വരുന്നത്. പക്ഷെ മലയാള ഭാഷയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ, ഈ പുസ്തകം മലയാളത്തിൻ്റെ ഭാവിയോ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചല്ല, അതിൻ്റെ ആ ഭാഷാഭിമാനത്തെക്കുറിച്ചല്ല. ഒരു സാമ്പത്തിക സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് ഇതര ഘടകങ്ങളോടൊപ്പം, അതായത് മൂലധനം, അധ്വാനം, വിഭവങ്ങൾ, ഇതിനോടൊപ്പം എങ്ങനെയാണ് ഭാഷ ഒരു ഘടകമാകുന്നത് എന്നുള്ളതാണ് ഈ സേതുരാമൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകത. അതാണ് ഏറ്റവും പ്രത്യേകത. അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ തായ്ലൻഡ്, അതേപോലെ തന്നെ ജപ്പാൻ, ചൈന, കൊറിയ, ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ പിന്നീട് നിലനിന്ന ഈ രാജ്യങ്ങൾക്ക്, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ മെച്ചപ്പെട്ട ഒരു വ്യാവസായിക സമ്പദ്ഘടന കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞത് അതത് ഭാഷകളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാനും ഉന്നത വിദ്യാഭ്യാസം നൽകാനും അതനുസരിച്ച് വലിയ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്താനും കഴിഞ്ഞുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്കെല്ലാം ഒരു വ്യാവസായിക സമ്പദ്ഘടന കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞത്, വ്യാവസായികമായിട്ട് മുന്നേറാൻ കഴിഞ്ഞത്. ഇവിടെയുള്ള ജനാധിപത്യ പ്രശ്നങ്ങളുണ്ട്, അവിടെ ജനാധിപത്യ സംസരത്തിൻ്റെ മറ്റ് പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഈ രാജ്യങ്ങളെല്ലാം തന്നെ വളരെ ഗൗരവതരമായ രീതിയിൽ തന്നെ സാമ്പത്തിക മേഖലയിൽ വ്യാവസായിക സമ്പദ്ഘടന കെട്ടിപ്പടുക്കുന്നതിന് മുന്നോട്ട് പോയത് അതാത് ഭാഷകളിൽ തന്നെ ഉണ്ട്. അദ്ദേഹം വളരെ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതായത് ഇന്നത്തെ ഒരു സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം
മലയാളം ഒരു ഭാഷ എന്നുള്ളതിലേക്ക് നമ്മുടെ സാമ്പത്തിക വികാസത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു 29 പേജുള്ള ഒരു ലേഖനം തയ്യാറാക്കി മാതൃഭൂമിക്ക് അയച്ചു. അപ്പോൾ ഞാനതിന് തുടർന്ന് തിരക്കെഴു വെച്ച് ഭാഷയും സാമ്പത്തിക വികസനം എന്നാണ്. മാതൃഭൂമിയുടെ അവർ പുസ്തക നിരൂപണമായിട്ട് അധികാരത്തിൻ്റെ ഭാഷയുടെ അധികാരം എന്നുള്ള ഒരു പുസ്തക നിരൂപണമായിട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പ്രശ്നം വൈജ്ഞാനിക സാഹിത്യം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ സാമൂഹ്യ വികാസത്തിൻ്റെ സാംസ്കാരിക നിർമ്മിതിയെ വയ്ക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം ദളിത് സാഹിത്യത്തിലെ പ്രശ്നമുണ്ട്. ദളിത് സാഹിത്യത്തിലെ ഈ വിമർശന കൃതികൾ എങ്ങനെയാണ് ഒരു സർഗാത്മക സാഹിത്യത്തോട് പ്രതികരിക്കുന്ന എന്നുള്ള പ്രശ്നമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ദളിത് സാഹിത്യത്തിൽ കവിത, കഥ, നോവലൊക്കെ വളരെ പുറകോട്ട് പോകും. കവിതയെ തന്നെ നോക്കുക, വളരെയധികം വികസിച്ച കവിതകൾ. എസ് ജോസഫിൻ്റെയോ MP മനോജിൻ്റെയോ MR രഘുവിൻ്റെ ഒക്കെ കവിതകൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി കഴിയാം ജാതി ചിഹ്നങ്ങളെയല്ല അത് പ്രതിനിധാനം ചെയ്യുന്നത്. ജാതി ചിഹ്നങ്ങളെ പ്രതിനിധാനം കഴിയാതെ മറ്റൊരു വ്യവഹാരത്തിനകത്ത്, കേരളീയ സമൂഹത്തിൻ്റെ വ്യവഹാരത്തിനകത്ത്, കേരളീയ സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ പണ്ടും ഈ ഓരോ തട്ടുകളായിട്ട് കൊണ്ടുവന്നവരൊന്നുമല്ല. ഇപ്പം പുലിയൊരു ഭാഗം, പറയൊരു ഭാഗം, ഈഴവൊരു ഭാഗം, അങ്ങനെ നിന്നുവരുന്നതല്ല. എല്ലാവരും വേറെ ചില രീതിയിലൂടെ എപ്പോഴും പരസ്പര ബന്ധിതവും പരസ്പര ആശ്രിതവുമായിട്ടാണ് ഒരു സമൂഹം വരുന്നത്. കേരളീയ സമൂഹം അങ്ങനെ തന്നെയായിരുന്നു. ജാതി അധിഷ്ഠിതമായിരുന്നപ്പോൾ തന്നെ പരസ്പര ആശ്രിതവും പരസ്പര ബന്ധിതവുമായ ബന്ധങ്ങൾ നായരും ഈഴവരും പുലയരും പറയരും എല്ലാവരും തന്നെ പരിചയമുള്ളൂ. അതിൻ്റെ തലങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ, ചില രീതികളുണ്ടാവും. പക്ഷെ ഇവിടെ നിന്നെല്ലാം തന്നെ ഒരു ദളിത് സാഹിത്യം എന്ന് പറയുന്നത് വികസിച്ചു വന്നപ്പോൾ ദളിത് സാഹിത്യം മുന്നോട്ട് വെച്ച് 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ രോഗഭീഷണം അതെന്തായിരിക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തെ രോഗഭീഷണം ചൂണ്ടിക്കാണിച്ച് നാളതുപോലെയുള്ള സാഹിത്യത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു സ്ഥൂല ലോകമാണ് എപ്പോഴും ആ ലോകത്തുണ്ടായിരുന്നത്, ഈ സാഹിത്യത്തിലുണ്ടായിരുന്നത്. അതായത് നമ്മുടെ വ്യവഹാര മണ്ഡലങ്ങളിലെ ഒരു സ്ഥൂല ലോകം ഈ സാഹിത്യത്തിലൂടെ പ്രകടിപ്പിക്കപ്പെട്ടു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ ഈ സ്ഥൂല ലോകത്തിന് അപ്പുറത്ത് ഒരു സൂക്ഷ്മ ലോകം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ സൂക്ഷ്മ ലോകത്തിൻ്റെ ചിഹ്നങ്ങൾ, ബിംബകൽപ്പനകൾ, ഇതെല്ലാം തന്നെ പലപ്പോഴും ജാതിയേഴ് മുദ്ര കുത്തുന്നുണ്ടെങ്കിൽ പോലും ആ സൂക്ഷ്മ ലോകത്തിൻ്റെ മുദ്രകൾ വേറൊരു ഐഡന്റിറ്റി, വേറൊരു വ്യത്യസ്തമായ ശുദ്ധബോധത്തെ ഇവിടെ ആവിഷ്കരിക്കുന്നു. അതുകൊണ്ടാണ് എസ് ജോസഫിൻ്റെ കവിതകളോ അല്ലെങ്കിൽ MR രഘുവിൻ്റെ മനോജിൻ്റെ കവിതകളൊക്കെ തന്നെ ഞാനിത് ദളിത് സാഹിത്യമല്ലെന്ന് പറയാതെ തന്നെ ഇതൊരു ദളിത് സാഹിത്യമായിട്ട് മാറുന്നത്. ഇത് പലപ്പോഴും മഹാരാഷ്ട്രയിലെ ദളിത് സാഹിത്യകാരൻ പഠിച്ചു. എം എൻ ഖുമാൻഖാൻ പറയുന്നുണ്ട്, ഇന്ത്യ ജീവിക്കുന്ന 2 ലോകങ്ങളിലാണ്. ഒന്ന് 19 മധ്യകാല യുഗങ്ങളിലാണെങ്കിൽ മറ്റൊന്ന് 20-ാം നൂറ്റാണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 ലോകങ്ങളാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ 2 ലോകങ്ങളിൽ ഈ മധ്യകാല ലോകത്ത് ജീവിക്കുന്നതിൻ്റെ അഭിരുചികൾ, താല്പര്യങ്ങൾ, കഥകൾ, കവിതകൾ, അതിൻ്റെ താല്പര്യങ്ങൾ, പ്രതിനിധാനങ്ങൾ ഒന്നും തന്നെ നമ്മുടെ സാഹിത്യത്തിലേക്ക് വരുന്നില്ല. ഇത് ദളിത് സാഹിത്യത്തിൻ്റെ ശാഖകളിലുണ്ട്. മറ്റ് സാഹിത്യ ശാഖകളിൽ ഇത് ആവിഷ്കരിക്കാൻ കഴിയുന്ന കവിതകളാണ് ഇത് ഇരിക്കുന്നത്. പിന്നെ കുറേ നോവലുകൾ, ഈ അടുത്ത കാലത്ത് കുറേ നോവലുകൾ ഇരിക്കുന്നുണ്ട്. ഈ അത്തോളിയുടെ ചോരപ്പരിശ്, അതേപോലെ രാജീവ് വാസുവിൻ്റെ ചാവുകൾ എന്നൊക്കെ പറയുന്ന കൃതികളൊക്കെ ഉണ്ട്. ഇതൊക്കെ കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും വെറും സ്റ്റീരിയോ ടൈപ്പ് ആക്കിക്കൊണ്ട് ഒരു സ്റ്റീരിയോ ടൈപ്പിലേക്ക് കണ്ട് ദളിത് പ്രതിനിധാനം ഇങ്ങനെയാണെന്ന് സൃഷ്ടിക്കുകയാണ്. അതേസമയം അങ്ങനെയല്ല, ചരിത്രത്തിലൂടെ വികസിച്ചു വരുമ്പോൾ ചരിത്രത്തിൻ്റെ സ്ഥൂല ലോകങ്ങളിലൂടൊപ്പം തന്നെ ഒരു സൂക്ഷ്മ ലോകത്തിൻ്റെ ചലനങ്ങളിലൂടെയാണ് ഒരു സമൂഹം വികസിച്ചിരിക്കുന്നത്. അതിൻ്റെ ആന്തരികമായ വികാസ പരിണാമങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് സർഗാത്മകമായ ഒരു ദളിത് സാഹിത്യം രൂപപ്പെടുന്നത്. അല്ലാതെ ദളിതന്റെ പേര് വെച്ചുകൊണ്ട് ദളിതന്റെ കുറെ പേരുകളോ അവരുടെ ജീവിത രീതികളോ ആവിഷ്കരിക്കുന്നതുകൊണ്ടൊന്നും ദളിത് സാഹിത്യം ഉണ്ടാകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലോകവീക്ഷണത്തിലെ പ്രശ്നമാണ്.
കാലത്ത് സാഹിത്യത്തിന് നമ്മളൊരു ലാവണ്യ ശാസ്ത്രം നിർമ്മിച്ചു. അതായത് നമ്മുടെ ലാവണ്യ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു അനുഭൂതികളുടെ ആവിഷ്കാരമായി മാറി. സാഹിത്യം എന്ന് പറയുന്നത് അനുഭൂതികൾ ആവിഷ്കരിക്കുക. ഇത് എല്ലാവരും തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യൻ സാഹിത്യത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നമുക്ക് പറയുന്നത് അനുഭൂതി സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് പലപ്പോഴും ലൈംഗികത ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ തന്നെ സർഗാത്മകവൽക്കരിക്കപ്പെടുമ്പോൾ ഇവിടെ എല്ലാം തന്നെ ആവിഷ്കരിക്കപ്പെടുന്നത് ഈ അനുഭൂതികളുടെ സൃഷ്ടിയാണ്. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പൊ അനുഭൂതികളുടെ സൃഷ്ടിയെ പറ്റി പലപ്പോഴും മലയാള സാഹിത്യ നിരൂപണത്തിൽ ഈ അനുഭൂതികളുടെ ഈ സൗന്ദര്യശാസ്ത്രത്തെ ലംഘിക്കാൻ ആദ്യം ശ്രമിക്കുന്ന ഒരുപക്ഷെ മുണ്ടശ്ശേരിയാണ്. മുണ്ടശ്ശേരി അദ്ദേഹത്തിന്റെ രൂപഭദ്രവാദത്തിലൂടെ ഈ അനുഭൂതികളുടെ അല്ലെങ്കിൽ അന്ന് മലയുണ്ടായിരുന്ന സാഹിത്യത്തിന്റെ ലാവണ്യശാസ്ത്രത്തെ നിഷേധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനും അതിന്റെ ആന്തരികതയായ ഈ അനുഭൂതികൾ നിഷേധിക്കാൻ കഴിച്ചിട്ടില്ല. അതിന്റെ രൂപപരമായ പരിണാമത്തെയാണ് മുണ്ടശ്ശേരി വിമർശനത്തെ കൊണ്ടുവന്നെങ്കിലും അതിന്റെ ഭാവപരമായ ഘടനയെ അദ്ദേഹത്തിന് നിശ്ചയിക്കാൻ കഴിയില്ല. അപ്പോൾ ഘടനാപരമായിട്ട് പരിശോധിക്കുമ്പോൾ സാഹിത്യത്തെ ഈ നിരൂപണം പിന്നീട് നമുക്കറിയാം മാർക്സിസ്റ്റുകാരെ ഒരു വലിയ നേര 70-കളിലും 80-കൾക്ക് മാർക്സിസ്റ്റുകാരുടെ നേരെ ഉയർത്തുന്നത് സാഹിത്യത്തിലുണ്ട്. അവിടെയും ഈ സാഹിത്യത്തെ ഈ അനുഭൂതി എന്ന് പറയുന്നത് നിഷേധിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അവിടെ നമ്മൾ ഏറ്റവും പ്രസിദ്ധനായ ബി രാജീവൻ തന്നെ പറഞ്ഞു വർഗസമരങ്ങളിലെ അനുഭൂതികളുടെ വർഗസമരം എന്നുള്ളതാണ് സാഹിത്യത്തെ ലാവണ്യശാസ്ത്രത്തിൽ വെച്ചത്. അതായത് അനുഭൂതികളിലെ വർഗസമരമായിട്ടാണ് അദ്ദേഹം സാഹിത്യത്തിലെ ലാവണ്യശാസ്ത്രത്തെ നയിച്ചത്. അപ്പോൾ ചരിത്രപരമായി നിലനിൽക്കുന്നതും വ്യവസ്ഥാപിതമായ സ്ഥൂലലോകത്തിന്റെ സ്ഥാപനവൽക്കരണത്തിലും അനിവാര്യമായിട്ടുള്ള ഈ ലാവണ്യശാസ്ത്രത്തെ നിഷേധിക്കാനായിട്ട് കഴിയില്ല. ഇവിടെയാണ് ദളിത് സാഹിത്യം നിർണായകമായി വഹിക്കുന്നത്. ദളിത് സാഹിത്യം ഈ ലാവണ്യശാസ്ത്രത്തെ വൈചിത്ര്യമായ ഈ ദളിത് അനുഭൂതികളുടെ ഈ സൗന്ദര്യശാസ്ത്രത്തെ നിഷേധിച്ചുകൊണ്ട് സാഹിത്യം എന്ന് പറയുന്നത് ചരിത്രാനുഭവങ്ങൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. വ്യക്തിയിൽ നിന്ന് വ്യക്തി ആർജിക്കുന്ന സാമൂഹ്യമായ താല്പര്യങ്ങളുടെയും പ്രതിനിധാനങ്ങളുടെയും അതിൻ്റെ ആഗ്രഹങ്ങളുടെയും അതിൻ്റെ അവബോധത്തിൻ്റെയും ഒരു ആവിഷ്കാരമായിരിക്കണം. അതിൻ്റെ സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത് ചരിത്രാനുഭവങ്ങളാണ്. ചരിത്രം എന്ന് പറയുന്നത് സമൂഹത്തിൽ മാത്രമല്ല വ്യക്തിക്കും ബാധകമാണ്. വ്യക്തിയെ ഉൾക്കൊള്ളുന്നതാണ് ചരിത്രം. അങ്ങനെ ചരിത്രാവിഷ്കാരങ്ങളിലൂടെയാണ് ഒരു പുതിയ സൗന്ദര്യശാസ്ത്രം നിർമ്മിക്കേണ്ടി വരുമ്പോൾ മാത്രമേ സാഹിത്യത്തിന് ലോകത്തെ മാറ്റിത്തീർക്കാനും പുതുക്കി പണിയാനും കഴിയുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറയും. അതുകൊണ്ടാണ് ഇപ്പൊ എസ് ജോസഫ് തന്നെ ഒരു ഇന്റർവ്യൂ വ്യക്തിയായിട്ട് ഇന്റർവ്യൂ പറയുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ എഴുതുന്നത് എല്ലാവരും വായിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് എല്ലാവരും വായിക്കുന്നുണ്ട്, പലരും വായിക്കുന്നുണ്ട്. ഈ പറയുന്നത് ദളിതർ മാത്രമൊന്നുമല്ല, അല്ലാത്ത ദളിതർ അല്ലാത്തവരും വായിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അംഗീകരിക്കാൻ കുറെ കാലം വേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. ഇതാണ് എസ് ജോസഫിന്റെ ഇന്റർവ്യൂ പറയുന്നുണ്ട്. അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നാം പറയുന്നത് പുതിയ ഒരു അവബോധം, അതായത് ഈ സൂക്ഷ്മലോകത്തിന്റെയും ചരിത്രാനുഭവങ്ങളുടെയുമായ ഒരു പുതിയ സാഹിത്യം ദളിതരെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ആവിഷ്കാരത്തിലേക്ക് കടന്നു വരാതെ പലപ്പോഴും നോവല്, കഥ ഇങ്ങനെയുള്ള സാഹിത്യങ്ങളെല്ലാം തന്നെ വളരെ സങ്കീർണമായ ചിലപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രസിദ്ധി അനുഭവിച്ചതാണ്. ഞാനൊക്കെ വളരെ പ്രസിദ്ധി ഉണ്ട്. ഇത്തരം ചില നോവലും കഥയൊക്കെ എഴുതിയാണ് ആരെങ്കിലൊക്കെ കൊണ്ടുപോയി നിരൂപണം എഴുതണം, അഭിപ്രായമൊക്കെ പറയണമെന്ന് പറയുമ്പോൾ തന്നെ ആ സൂചകങ്ങളിലൂടെ അതവർക്ക് അതെ കേവലമായ ഒരുതരം റിയലിസത്തിന്റെ പഴയ റിയലിസത്തിന്റെ ഈ ഫോട്ടോ കോപ്പിയിലൂടെയൊക്കെയാണ് ഈ ജീവിതത്തിൽ പലപ്പോഴും സൂചകങ്ങൾ. ഞാൻ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് പലപ്പോഴും സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയിൽ ദളിത് സ്ത്രീ പ്രതിനിധാനം ചെയ്യുന്നത് എത്ര ഭംഗിയായിട്ടാണ് ചെറിയ സൂചകങ്ങളിലൂടെയാണ് ചെയ്യുന്നത്. ചെറിയ സൂചകങ്ങളിലൂടെ ഒരു ദളിത് പ്രതിനിധാനത്തെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. പലപ്പോഴും പല സിനിമകളിൽ ഇത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നീലക്കുയിലൊക്കെ പ്രതിനിധാനം അങ്ങനെ കൊണ്ടുവരുന്നത്. ഇതെല്ലാം സമൂഹമായിട്ട് ഇന്റർലിങ്ക് ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പറയുന്നത്. അതിനും അതിൻ്റെതായ മൂല്യവസ്ഥയുണ്ട്. ഇപ്പം നീലക്കുയിൽ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്ക് വളരെ ഗൗരവതരമായ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പം നീലക്കുയില് ആ അധ്യാപകൻ പറയുന്നുണ്ട് എന്റെ സമുദായത്തെ പേടിക്കേണ്ടി ജീവിക്കുന്നുണ്ട്. അപ്പോൾ നീല പറയുന്നുണ്ട് എന്റെ സമുദായത്തെ ഞാനും ഭയപ്പെടേണ്ടി ജീവിക്കുന്നുണ്ട്. ഞാനും ഭയപ്പെടുന്നതുകൊണ്ട് മൂല്യപ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ വ്യത്യസ്തമായ മൂല്യങ്ങളല്ല, കേവലമായ മൂല്യങ്ങളല്ല, സാമൂഹ്യമായ മൂല്യങ്ങളിലൂടെ ഈ സമൂഹം എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ പലപ്പോഴും ഞാൻ അതേസമയം ഈ സെല്ലുവായിട്ട് ഈ PK റോസിയുടെ ഈ ദളിത് നിന്നാനത്തെ വളരെ സർഗാത്മകമായ ചില സൂചനകളിലൂടെ മാത്രം, അത് നമുക്ക് വേറെ ചില സൗന്ദര്യശാസ്ത്രങ്ങൾ എനിക്ക് അഭിപ്രായമുണ്ട്, പല കാര്യങ്ങളും ഈ സെല്ലുകളുടെ അഭിപ്രായത്തിൽ ഉണ്ടെങ്കിൽ പോലും ഈ സർഗാത്മകമായ പ്രധാനത്തെ കൊണ്ടുവരാൻ കഴിയുമ്പോൾ ഇതേ സ്ഥാനത്ത് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയരുടെ ഒരു ജീവിതത്തെ, സാമ്പവരുടെ ഒരു ജീവിതത്തെ ചിത്രീകരിച്ച സിനിമയുണ്ട് ദേവപ്രകാശ് പറയും. അദ്ദേഹം എറണാകുളത്ത് പ്രദർശനത്തിൻ്റെ അതിൻ്റെ പ്രിവിയിൽ എൻ്റെയും വിളിച്ച് അവിടെ പോയിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ തീറ്റയും കുടിയും ഭക്ഷണവും ഇതൊക്കെ കൊണ്ടാണ് പ്രധാനം. അപ്പോൾ സാഹിത്യം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ദൃശ്യകലയിലോ തന്നെ വളരെ സർഗാത്മകമായ പ്രതിനിധാനങ്ങളിലൂടെ ഒരു സമൂഹത്തിൻ്റെ താല്പര്യം പ്രതിനിധീകരിക്കുമ്പോൾ ആ സമൂഹം മൊത്തത്തിൽ ഒരു മൂല്യവ്യവസ്ഥയുടെ ഭാഗമാണെന്നും ആ മൂല്യവ്യവസ്ഥയ്ക്കുള്ളിലാണെന്നും അത് വ്യത്യസ്തമായ സമൂഹത്തിലൂടെ ഇതര സമുദായങ്ങളുടെ അല്ലെങ്കിൽ സാമൂഹ്യമായ പ്രശ്നമായിട്ടും ചരിത്രപരമായ പ്രശ്നവും സർക്കാരുമായി മാറ്റിത്തീർക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം എന്നും ആയിരിക്കും. ഇതിലൂടെ മാത്രമേ ഈ സാഹിത്യത്തിൽ നിന്നുള്ള ചെറുകഥയുടെയും കവിതകളുടെയും അതിൻ്റെ എല്ലാം തന്നെ ഈ പ്രതിനിധാനം മനസ്സിലാക്കാൻ കഴിയും. അതല്ലാതെ ദളിതരെ എഴുതുകൊണ്ട് ദളിത് സാഹിത്യം ഉണ്ടാകുമോ, ദളിതർക്ക് വേണ്ടി എഴുതുകൊണ്ടോ ദളിത് സാഹിത്യം ഒന്നും ഉണ്ടാവില്ല. അതാണ് ചിലപ്പം ഈ ബാബുരാജിൻ്റെ കാലത്തിലേക്ക് പട്ടത്തുള്ളയും കോവിലിനൊക്കെ ദളിത് സാഹിത്യന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. ഇവരൊന്നും ദളിതരൊന്നുമല്ല. അതുപോലെ ദളിതുകളുടെ വെറുതെ ഈ കേവലമായ ഇന്റൻഷൻ ഒന്നും കാണിക്കുന്നത് ഇപ്പം മുൽക്കിരാജിന്റെ കൂടി അത് ശിവരാമ കാലത്തിന്റെ ചോമൽ വീട് എന്ന് പറയുന്ന കൃതികളൊക്കെ ചില പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എഴുതാണ്. ഇതന്നെയാണ് പലപ്പോഴും ഈ നമുക്ക് അയ്യപ്പനെ അംഗീകരിക്കുകയും TKC വീടുകളിലേക്ക് തള്ളിപ്പറയേണ്ട കാര്യം. അയ്യപ്പനൊരു വ്യവഹാര മണ്ഡലത്തോട് അത് അന്ന് ജീവിച്ച സങ്കീർണങ്ങളെല്ലാം പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ്സുകാരനായിരുന്നിട്ടും അദ്ദേഹം പ്രത്യേകമായ ചില വീക്ഷണങ്ങൾക്ക് വഴി TKC വിടുകയും അതുകൊണ്ട് തന്നെ ദളിത് സാഹിത്യം എന്ന് പറയുന്നത് സർഗാത്മകമായിരിക്കണം. അതോടൊപ്പം തന്നെ സാമൂഹ്യവും ചരിത്രപരമായ ഈ പുതിയൊരു ലാവണ്യശാസ്ത്രത്തെയും കൂടി മുന്നോട്ട് വയ്ക്കാൻ കഴിയുമ്പോൾ മാത്രമേ സഫലമായ ഒരു ദളിത് സാഹിത്യ രൂപം കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അവസരം തന്നതിന് സംഘാടക